സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഈ US സൈന്യം സൗദി അറേബ്യയിൽ നിന്ന് പിന്മാറുന്നു. അതായത് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ശേഷം സൗദിയിൽ നിന്ന് US-ൻ്റെ സൈന്യത്തേക്ക് അവർ പിൻവലിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൗദി രാജകുമാരനുമായിട്ട് ട്രംപിന് വലിയ താല്പര്യമില്ലായ്മയൊക്കെയാണ് എന്നുള്ളത് ഒരു വസ്തുത. അല്ലാതെ തന്നെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ശേഷം ഇങ്ങനൊരു തീരുമാനം അമേരിക്ക എടുക്കുന്നതിൻ്റെ പിന്നിലെ ആ ഒരു സാങ്കത്യം എന്താണ്, ഒന്ന് പറയാമോ സാർ? ശരിയാണ്, വാർത്ത ശരിയാണ്. അതായത് സൗദി അറേബ്യയിൽ നിന്നും 2300ഓളം അമേരിക്കൻ സൈനികരും അതുപോലെ തന്നെ അമേരിക്ക അവിടെ വിന്യസിച്ചിരിക്കുന്ന ആയുധങ്ങളും ഇത് രണ്ടും അമേരിക്കൻ സർക്കാർ പിൻവലിക്കുകയാണ്. വർഷങ്ങളായിട്ട് അമേരിക്ക ഗൾഫിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മിലിറ്ററി നെറ്റ്വർക്കാണ്. അതിൽ പ്രധാനപ്പെട്ട സ്ഥാനം സൗദിക്കുണ്ട്. പട്ടാളക്കാരുടെ എണ്ണത്തിൽ സൗദി വളരെ കുറവാണ്. സൗദിയിൽ സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർ 2300 ഏറ്റവും കൂടുതലുള്ളത് 10,000-ലധികം 12,000-ഓളം സൈനികർ ഖത്തറിലുണ്ട്, ദോഹ കേന്ദ്രമാക്കിയിട്ടുണ്ട്. അതുപോലെ വിമാനങ്ങളുമുണ്ട് അമേരിക്കയുടെ വൻതോതിൽ. പിന്നീട് രണ്ടാം സ്ഥാനം ബഹ്റിനാണ്. അമേരിക്കയുടെ 5ാം നാവികപ്പടയുടെ ആസ്ഥാനം, ശരിക്കു പറഞ്ഞാല് മിഡിൽ ഈസ്റ്റിലെ ആസ്ഥാനം ബഹ്റിനാണ്, മനാമയാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ അമേരിക്കൻ സൈന്യമുള്ളത് അബുദാബിയിലാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഗൾഫിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. ഗൾഫിലെ ഏറ്റവും ധനികമായ രാജ്യവുമാണ്. അതുപോലെ അമേരിക്കൻ സൈന്യം കുവൈത്തിലുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, വലിയ രീതിയിലുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഇവരെക്കാളൊക്കെ സമ്പന്നമായ രാജ്യമാണ് സൗദി അറേബ്യ, വലിയ രാജ്യമാണ്. അതുപോലെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ സൗദി എയർ സ്പേസിലൂടെയാണ്. അപ്പൊ സൗദിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഗൾഫിൽ തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ ഏതാണ്ട് ഒരു നേതൃസ്ഥാനം പലപ്പോഴും സൗദി അറേബ്യക്കാണ്. അപ്പോ അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് പിന്മാറുമ്പോൾ അത് ഉയർത്തുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് മാറുന്നത് എങ്ങനെയായിരിക്കും അത് ഈ രാജ്യങ്ങളിൽ പ്രതിഫലിക്കുക ഭാവിയിൽ? അമേരിക്കൻ ഗൾഫിൽ GCC ബന്ധങ്ങളെയും അതുപോലെ തന്നെ അമേരിക്ക പിന്മാറിയാൽ എന്തായാലും ആ സ്ഥാനത്തോട് ആരെങ്കിലും ഒക്കെ കയറി വരും. അത് ആരൊക്കെയായിരിക്കും? പിന്നെ അടുത്തത് ഇന്ത്യക്ക് എന്താണ് ഇതിലെ പ്രസക്തി? ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതായത് ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ഗൾഫിന് ഒരു കാര്യം ബോധ്യമായി. അമേരിക്കൻ സൈന്യം അവിടെ ഉള്ളത് ഗുണമല്ല, ദോഷമാണ്. ഗൾഫില്, അതായത് ഇപ്പൊ നമ്മൾ സൗദിയുടെ കാര്യം എടുക്കുക. സൗദി അറാംകോയുടെ, സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് അറാംകോ. ആ അറാംകോയുടെ പല പ്രധാനപ്പെട്ട സംഭരണ ഉൽപാദന കേന്ദ്രങ്ങളിലെ റിഫൈനറികളിലൊക്കെ തന്നെ ഇറാന്റെ ആക്രമണം നടന്നു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവിടെ വിന്യസിച്ചിട്ടുണ്ട്, താടുണ്ട്, പേട്രിയോട്ട് സിസ്റ്റം ഉണ്ട്. ഇതിന് ഈ സിസ്റ്റത്തിനൊന്നും ഒരല്പം പോലും സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല, ഇറാൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങള് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്ന അവിടെയുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയാണ്, അമേരിക്കൻ സൈന്യത്തെ, ഗൾഫിലുള്ള അമേരിക്കൻ സൈന്യത്തെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഗൾഫില് ഇങ്ങനെ ഈ അമേരിക്കൻ സൈന്യം വന്ന് തമ്പടിച്ച് കിടക്കുന്നു, അവരുടെ ആയുധങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതും സത്യത്തിൽ ഈ രാജ്യങ്ങൾക്ക് ഒരു ശല്യമാണ്. അതായത് ശത്രുവിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇപ്പോ ഈ ചക്കര ഏത് സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അവിടെ ഈച്ച വരും. അപ്പൊ അതുപോലാണിത്. ഈ ഈച്ചകളെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാറിയിരിക്കുന്നത്. പിന്നെ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും അമേരിക്കയുടെ സൈന്യം അവിടെ വന്ന് നിൽക്കുന്നതിന് ഗൾഫിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. അങ്ങനല്ല.
അമേരിക്കയുടെ സൈന്യത്തെ ഈ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നതിന് കോടിക്കണക്കിന് ഡോളർ ഗൾഫ് അമേരിക്കയ്ക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. അതൊരു വലിയ വൈരുദ്ധ്യമാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ സൈന്യം ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്നതുകൊണ്ട് അമേരിക്കയ്ക്കാണ് ഗുണം. അമേരിക്കയ്ക്ക് ഗൾഫിനെ സംരക്ഷിക്കാൻ എന്നുള്ള വ്യാജേന അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് അമേരിക്കയ്ക്ക് അങ്ങോട്ട് ഗൾഫ് രാജ്യങ്ങൾ പൈസ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ സൈന്യത്തിന് നല്ലൊരു വരുമാനമാണ് ഈ വിദേശ പോസ്റ്റിംഗ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇത് ഗൾഫിനൊട്ട് ഗുണവുമില്ല, അമേരിക്കയ്ക്ക് വലിയ പ്രയോജനമുണ്ട്. ഇനി ഇത് വേണ്ട എന്ന് അറബികൾ തീരുമാനിക്കുന്ന ഒരു ലക്ഷണമാണ് ഇപ്പൊ കാണുന്നത്. അതിന്റെ തുടക്കം അത് വരുന്നതിന് മുമ്പ് അമേരിക്ക അങ്ങ് പിന്മാറുവാണ്. അതായത് ഇതിനുള്ള പരോക്ഷമായ സൂചന സൗദി കൊടുത്തു കഴിഞ്ഞു. കുറെ നാളായിട്ട് ഡൊണാൾഡ് ട്രംപ് സൽമാൻ രാജകുമാരനെ, സൗദിയുടെ രാജകുമാരനാണ്, അദ്ദേഹത്തെ പല രീതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വാക്പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പല രീതിയിൽ വിമർശിക്കുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞിരുന്നു തങ്ങളുടെ വ്യോമ താവളങ്ങൾ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് ഉപയോഗിക്കരുത്. പക്ഷേ അമേരിക്ക അപ്പോൾ പറഞ്ഞത്, അമേരിക്കയും പ്രത്യേകിച്ച് സൗദിയുമായിട്ട് സൗദിയുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു കരാറുണ്ടെന്നും അത് ഇപ്പൊ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള രീതിയിലൊരു ധാർഷ്ട്യത്തോടുള്ള ഒരു മറുപടിയാണ് അമേരിക്ക അവിടെ കൊടുത്തത്. അത് കൂടാതെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫിൽ സന്ദർശനം നടത്തി, സൗദിയിലേക്ക് പോയില്ല. സൗദിയുടെ വിദേശകാര്യമന്ത്രിക്ക് മാർക്കോ റൂബിയോയെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോ അയാളെ ബഹ്റൈനിലേക്ക് ക്ഷണിച്ചു. മനാമയിൽ വെച്ചാണ് സൗദി വിദേശകാര്യമന്ത്രിക്ക് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ കാണാനുള്ള അവസരം ലഭിച്ചത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദി തിരിച്ചറിയുന്നു അമേരിക്കയായിട്ടുള്ള സൗഹൃദം കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാനില്ല, മാത്രമല്ല ശത്രുക്കളെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യാൻ ഇതൊരു അപകടം പിടിച്ച സൗഹൃദമാണ്. ഇവരെല്ലാം കൂടെ ഇവിടെ വന്ന് കിടന്നാല് ഇവരെ ആക്രമിക്കാൻ മറ്റു രാജ്യങ്ങൾ വരും. അവർക്കാകട്ടെ നമുക്ക് സംരക്ഷണം നൽകാനുള്ള ശേഷിയില്ല. ഈ പാണ്ഡവനായുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് ആള് വലിയ വീരനായിരുന്നു, പുലിയെ കടിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ പാണ്ഡവനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലൊന്നും ഫലിക്കുന്നില്ല, ഇറാൻ പോലും പേടിക്കുന്നില്ല. എന്തിന്? സൗദിക്ക് നേരെ ഇറാന്റെ ബിനാമിയായിട്ടുള്ള ഹുതി എന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ വിഘടനവാദി യമനിലെ ഒരു ഗ്രൂപ്പ്, അവര് സൗദിയുടെ പല കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തര ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ല, ഇങ്ങനെയുള്ള ഒരു രാജ്യം കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത്, ഇങ്ങനൊരു സുഹൃത്തുണ്ടെങ്കിൽ പിന്നെ ശത്രുവിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു സ്ഥിതിയാണെന്ന് സൗദി മനസ്സിലാക്കുക. സൗദി പതുക്കെ ഇവരങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് സൗദി ട്രംപിന്റെ പല അഭിപ്രായ പ്രകടനങ്ങളോളം സൽമാൻ രാജകുമാരൻ അനങ്ങുന്നില്ല. ഏതാണ്ട് ഒരു വർഷമായിട്ട് സൗദി ഭരണാധികാരികൾ അമേരിക്കയുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കുക, അമേരിക്കയുടെ സൗഹൃദ പ്രകടനങ്ങൾക്ക് തിരിച്ച് മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നു. അവര് നിശബ്ദമായിട്ടിരിക്കാൻ, അതായത് അമേരിക്കയെ അവഗണിക്കാൻ. ഇപ്പോ ഒരാളെ നമുക്ക് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, അയാളെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ ഒരാളെ പൂർണ്ണമായിട്ട് അവഗണിച്ചാൽ എങ്ങനെയാണ്? ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. നമ്മുടെ വീട്ടിലോട്ടൊരു അതിഥി കയറി, നമ്മൾ അയാളെ കണ്ടമട്ട് കാണിക്കുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അയാളെ തെറി വിളിച്ച് ഓടിക്കുന്നതിനേക്കാൾ അപമാനിക്കുകയാണ്. അമേരിക്ക സൗദിയിൽ ഇപ്പം കുറെ നാളായിട്ട് ഇത് അനുഭവിക്കുക. അപ്പൊ ഇപ്പൊ അമേരിക്കയ്ക്ക് തോന്നി, എന്നാ ഇവിടെ ഇനിയും വെറുതെ നാണം കെട്ട് നിൽക്കണ്ട. പിന്നെ സൗദിയും തിരിച്ചറിയുന്നു ഈ ഗുണമില്ലാത്തവന്റെ സൗഹൃദം കൊണ്ട് എന്ത് കാര്യമാണ്. ഇനി അമേരിക്ക പുറത്തു പോകുമ്പം ഈ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും കയറി വരുമോ എന്നുള്ളതാണ് അടുത്തത്. ഇതിന് ഞാനൊരു മറുപടി പറയാം. അതായത് ഗൾഫിൽ എണ്ണയുള്ളിടത്തോളം കാലം, ക്രൂഡ് ഓയിൽ ഉള്ളിടത്തോളം കാലം ഗൾഫിന് തന്ത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്നത് ലോകരാഷ്ട്രങ്ങളെ എന്നും ഗൾഫിലോട്ട് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കുമ്പോൾ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്, ഗൾഫിന്
ഗൾഫ് രാജ്യങ്ങൾക്ക് പല കാര്യങ്ങളിലും ടെക്നോളജിക്കലും ആയുധങ്ങളും ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് ചൈനയാണ്. അതുപോലെ റഷ്യയ്ക്കും പ്രധാനപ്പെട്ട പങ്കുണ്ട്. എന്തിന് ഇന്ത്യയും ആ സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3 രാജ്യങ്ങൾ പുതുതായിട്ട് അവിടെ ഗൾഫിൽ സ്വാധീനം ഉറപ്പിക്കുക. ഇന്ത്യയുടെ ആയുധങ്ങൾ UAE വാങ്ങാൻ ഉള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും. ചൈനയുടെ ആയുധങ്ങളും ടെക്നോളജിയും ഓൾറെഡി സൗദിയും മറ്റു പല രാജ്യങ്ങളും വാങ്ങിച്ചു. റഷ്യയുടെയും അതുപോലെ തന്നെയാണ്. അപ്പോ ഒറ്റ രാജ്യത്തിനെ ആശ്രയിക്കുന്നതിന് പകരം ഇനി ഒരു മൾട്ടിപോളാർ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഗൾഫ് സ്വീകരിക്കുന്നത്. അതിന്റെ തുടക്കം അവിടെ ആയിക്കഴിഞ്ഞു. അവിടെ പിന്നെ മാത്രമല്ല, അമേരിക്കയ്ക്ക് തിരിച്ചടിയാകാൻ പോകുന്ന മറ്റൊരു കാര്യം, അതായത് എണ്ണയുടെ വ്യാപാരം ഇപ്പോൾ ഡോളറിലാണ് നടക്കുന്നത് ബഹുഭൂരിപക്ഷം. അങ്ങനെ 100% എണ്ണയുടെ വ്യാപാരം ഡോളറിലായിരുന്നു പണ്ട് നടന്നത്. അതിപ്പം മാറിയിട്ട് UAE ഒക്കെ ഇന്ത്യയുമായിട്ട് വ്യാപാരം, ഇന്ത്യക്ക് എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ UAE വിൽക്കുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഒരു ഭാഗം ഇന്ത്യ രൂപയിൽ തന്നെയാണ് കൊടുക്കുന്നത്, വേറൊരു ഭാഗം ദിറത്തിലുമാണ്. അത് ഡോളർ പതുക്കെ ഒരു വ്യാപാര കറൻസി അല്ലാതായിട്ട് അവിടെ മാറുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ അവിടെ പഴയതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒപ്പക്കിൽ നിന്ന് UAE പുറത്തു വന്നു. ഇനി എണ്ണ ഉൽപാദനത്തിന് കോട്ടയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് അവിടെ പല കാര്യങ്ങളൊന്നും ചെയ്താൽ അതൊന്നും നടക്കത്തില്ല. ഓരോരുത്തരും അവരവരുടെ മാക്സിമം എണ്ണ ഉൽപ്പാദിപ്പിക്കും. അത് വിറ്റ് തങ്ങളുടെ രാജ്യത്തിന്റെ ഒരു മെച്ചം എത്രമാത്രം ഉണ്ടാകും അതിനുവേണ്ടി തങ്ങൾ നിശ്ചയിച്ചോളാം തങ്ങളുടെ രാജ്യത്തിന്റെ ഉൽപാദന കോട്ടകൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോ മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയം മാറുകയാണ്. മിഡിൽ ഈസ്റ്റിന്റെ പിന്നെ സൗഹൃദങ്ങൾ മാറുകയാണ്. അങ്ങനെ ഒരു വലിയ മാറ്റം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക പതിറ്റാണ്ടുകളായിട്ട് അവിടെ നേടിയെടുത്ത ആ ഒരു സൗഹൃദ ചങ്ങലകൾ അതൊക്കെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും ഇതിന്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരാൻ തുടങ്ങും. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക കാണിച്ച ഒരു വലിയ ട്രംപിന്റെ വലിയ മണ്ടത്തരമാണ് ഇറാൻ യുദ്ധം. കാരണം അതിൽ നിന്നൊന്നും നേടുന്നുമില്ല, ഉള്ള സുഹൃത്തുക്കൾ നഷ്ടപ്പെടുകയും ചെയ്യും. സാർ, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാർ. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ സാർ. അതായത് ഈ പറയുന്ന രീതിയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ തന്നെ ഈ അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടായിരുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇവർ അനുഭവിച്ചു. അതാണ് ഇതിൻ്റെ സത്യം. 2, ഇതിൻ്റെ ഫലമായിട്ട് അമേരിക്കയുമായിട്ടുള്ളൊരു ബന്ധം ഇവരെല്ലാം നിർത്തുന്നു എന്നുള്ളതല്ലാതെ ഇറാനുമായി ഇവർക്ക് യാതൊരു പിണക്കവും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഇറാനുമായിട്ട് ഇപ്പൊ അറബികളും ഇറാനും തമ്മിൽ ഒരിക്കലും സൗഹൃദത്തിലായിരുന്നില്ല ചരിത്രാതീത കാലം തൊട്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇതോടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ചരിത്രാതീത കാലം തൊട്ട് അതായത് ഇസ്ലാമിന്റെ ഗൾഫ് മുഴുവൻ അറബികൾ മുഴുവൻ പിന്തുടരുന്നത് പിന്നെ വഹാബി അല്ലെങ്കിൽ സുന്നി ഇസ്ലാം ആണെങ്കിൽ ഇറാൻ പിന്തുടരുന്നത് ഷിയ എന്ന ഒരു ഷിയ സ്കൂൾ ഓഫ് ജൂറിസ്പ്രൂഡൻസ് ആണ്. അതായത് അറബികളെക്കാളും പൗരാണികമായ സംസ്കാരമുള്ളവരാണ് തങ്ങളെന്നും ഈ പ്രദേശത്ത് തങ്ങൾ കഴിഞ്ഞിട്ടുള്ള അറബികൾക്ക് സ്ഥാനം എന്നുള്ള ഒരു ചിന്തയാണ് ഇറാനെ നയിക്കുന്നത്. നാളുകളായിട്ട് ഇറാനും ഗൾഫും തമ്മിൽ അത്ര സൗഹൃദത്തിലൊന്നുമല്ല. ഒരു കാലഘട്ടത്തിൽ ഇറാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. 1977 ഇസ്ലാമിക വിപ്ലവത്തിന് തൊട്ടു മുമ്പ് വരെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട രാജ്യമായിരുന്നു ഇറാൻ. സ്ത്രീകളെ സിഗരറ്റൊക്കെ വലിക്കുമായിരുന്നു. പബ്ബുകളും ഡാൻസ് ബാറുകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു ടെഹ്റാനിൽ. കാബൂളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോ കാലത്തിന്റെ മാറ്റത്തിൽ ഷിയയുടെ ഒരു തിയോക്രസി, അതായത് ഒരു മതഭരണകൂടം നിലവിൽ വന്നവിടെ അവരൊരു കാരണവശാലും ഒരു പരിധിയിൽ കൂടുതൽ ഗൾഫുമായിട്ട് ബന്ധമില്ല. അപ്പം ഈ അമേരിക്ക അവിടുന്ന് പിന്മാറുമ്പോഴും ഞാനീ പറഞ്ഞ ഇപ്പോഴത്തെ തൽസ്ഥിതി തുടരും എന്നേ നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടാകത്തില്ല. ഉള്ള ഒരു അകൽച്ചയുണ്ട്, അത് അതുപോലെ നിൽക്കും. പിന്നെ മാത്രമല്ല അവർക്ക് തമ്മിൽ പരസ്പരം പല കാര്യങ്ങളും ആവശ്യം. അപ്പൊ അത് കാരണം അവർ തമ്മിൽ അമേരിക്ക പിന്മാറിയാൽ ഇറാൻ ഇനി ആ ഒരു കാരണം പറഞ്ഞ് ഗൾഫിലോട്ടൊരു മിസൈൽ അയക്കാൻ പറ്റില്ല.
ഇപ്പൊ അമേരിക്ക ഉണ്ടെന്നുള്ളതുകൊണ്ട് പറഞ്ഞാണല്ലോ അങ്ങോട്ട് മിസൈൽ അയക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ അതെ ആയിരിക്കത്തില്ല. ഭാവിയിൽ ഇവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായാൽ ഗൾഫ് രാജ്യത്തിന്റെ സൈന്യങ്ങൾ നേരിട്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യും. അതെ അതും ഞാൻ തള്ളിക്കളയില്ല. അതും ഞാൻ തള്ളിക്കളയില്ല വരും കാലങ്ങളിൽ. അപ്പോ ഇപ്പോ ഇതൊരു ഈ ബന്ധങ്ങളുടെ ഒരു കാര്യത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അമേരിക്കയ്ക്ക് പഴയതുപോലെ ഇനി ഗൾഫിൽ സ്വാധീനമില്ല. അമേരിക്കയുടെ സൈന്യം ഇനി പല ഗൾഫിലെ ചില രാജ്യങ്ങളിലൊക്കെ നിലനിന്നാൽ തന്നെ അത് പഴയതുപോലൊന്നും നിലനിൽക്കാൻ പോകുന്നു. പതുക്കെ അമേരിക്കയുടെ സൈന്യം കൂടുതൽ കൂടുതൽ അവിടുന്ന് പിന്മാറും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ മധ്യപൂർവ മധ്യ ഏഷ്യയില് മിഡിൽ ഈസ്റ്റില് നടക്കാൻ പോകുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിശകലനങ്ങളും കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം.